അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വരാലിൻ്റെ കറിയാണ്. നമ്മളിതാ വരുന്ന ആയിക്ക് കുട്ടികളെടുത്തുനിന്ന് പൈസയും കൊടുത്ത് മേടിച്ചാണ്. അപ്പോൾ ഇത്രത്തോളം വലിപ്പം വരുന്ന വരാലാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഉണ്ടാക്കാൻ കാണിച്ചു തരാം. വാങ്ങിയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയിട്ട് വരാം. അമ്മ ഇതായത് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വായിലാണെങ്കിൽ രണ്ടുമൂന്ന് ചൂണ്ടക്കൊളുത്തുകളുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞിന്. അത് കാണിച്ചു കൊടുക്കാമേ. ഉണ്ടോ? കാണുന്നില്ലല്ലോ. ആ ഗൈസ്, ആ ചെറുതായിട്ട് രണ്ടു മൂന്നെണ്ണം കാണുന്നുണ്ട്. പാവം. നമുക്കെന്തായാലും കറി കൂട്ടുന്ന നേരം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇല്ല ഹനു? എന്താ ജഗതി കളിക്കുന്ന പോലെ. അമ്മ ഇതാ കത്തിയും കത്രികയെല്ലാം ആയിട്ട് ഒരുപാട് മൽപ്പിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. സനവും ഞാനും എല്ലാം ഇട്ട് ഇവിടെ പൂച്ചൻ്റെ തൊട്ട് നോക്കിയിരിക്കുന്നു. കറിയുന്നെങ്ങാനാവോ? ഗൈസ്, 3 ചൂണ്ടക്കൊക്കെയാണ് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. ഇതിനല്ലേ പെട്ടെന്ന് ചത്തുപോയി. അപ്പോൾ ഗൈസ് എല്ലാം ഇതാ അമ്മ ഇതാ മുറിച്ച് ചട്ടിയിലേക്ക് മാറ്റുന്നതാണ്. ഒരു ഉപ്പിടട്ടെ. അപ്പോൾ ഗൈസ് ഉപ്പിടാൻ പോവാണ്. ഉപ്പ് കാണിക്ക്. കഴുകുന്നാണ് എന്ന് നമ്മ ഇനി പറയാം. പെരക്കി കഴുകല അങ്ങനെ എവിടെയെല്ലാം പറയാ. അമ്മയെ കാണിച്ചു കൊടുക്കാനും എക്സ്പ്രഷൻസ് എല്ലാം വരട്ടെ. ചിരി കണ്ട കിളി കണ്ടാൽ മതി. അതൊരു 4-5 പ്രാവശ്യം കഴുകണം. കഴിച്ചു വിഷമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അതിനൊരു ഉളുമ്പ് മാറാൻ ഉളുമ്പ അങ്ങനെ എന്തോ അറിയും. ഓ, അതിനല്ല വെള്ളം വരും. ഇത് കണ്ടിട്ടാ 2-3 പ്രാവശ്യം കാണാമേ. വാവ്, പീസ് കെ പീസ്. പറഞ്ഞോ. അപ്പോൾ ഗൈസ് നമ്മുടെ കടൽ മീനിനെക്കാട്ടും നല്ല ഫ്രഷ് സാധനമാണിത്. അപ്പോൾ ഗൈസ് ഇതെല്ലാം മുറിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ തല. 2 തലയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മീനിന് 2 തലയാ? 2 പീസാക്കി. അപ്പോൾ ഗൈസ് നമ്മളിതാ മീൻ കറിക്കുള്ള ഫുൾ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര അമ്മ ഉലുവ? 1 സ്പൂൺ ഉലുവ. 1/4 ടീസ്പൂൺ ഉലുവ. തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ്. തക്കാളി പച്ചമുളക് അല്ലേ? എത്ര തക്കാളി ഉണ്ട് അമ്മ? 2 തക്കാളി 1 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. 1 തണ്ട് കറിവേപ്പില എന്ന് പറഞ്ഞിട്ട്. ഉലുവേനൊന്നും കാണാനില്ലല്ലോ അമ്മേ. അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾ, മുളക്, മല്ലി എന്നാ കാണിച്ചു കൊടുക്കും. എത്ര എടുക്കുന്നത്? ആവശ്യത്തിനാ? അനാവശ്യത്തിനായി പോറേ. ഉപ്പിട്ട് കൊടുക്ക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക. പുളി വേണ്ട അമ്മേ? മാങ്ങ. ഓ, മാങ്ങ ഇട്ട മീൻ കറിയാണ് ഗൈസ്. അടുത്തായിട്ട് മാങ്ങയാണ്. എത്ര മാങ്ങയാ? ഒരു ചെറിയ മാങ്ങ.
അതെ പകുതിയോ? കൺഫ്യൂഷൻ ആക്കല്ല മക്കളെ. ഇനി അത് വെന്ത് വരണം അല്ലേ? ഉപ്പിടണം. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിള വരുന്ന സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മീനിൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. എന്നാ പറഞ്ഞേ? മീനിൻ്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞേ. അങ്ങനെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോവാണ്. വാവ് വാവ് വാവ്. അങ്ങനെ എല്ലാ മീനും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് കറിയിൽ മുക്കിയെടുക്കാം. കറിയിലല്ല, ഈ വെള്ളത്തിൻ്റെ അകത്ത്. എന്താ സംഭവം? ഈ ചാറിലൊന്ന് മുക്കിയെടുക്കാം വേവണ്ടിയിട്ട്. മൂടിച്ചാമ വേവുന്ന മൂടിയതിന് ശേഷം വേവിക്കാം. മൂടിയാണോ വേവിക്കുന്നത് എന്ന്? മൂടി അത് തന്നെ അടച്ചു വെച്ചാ വേവിക്കുന്നത്. സൈഡിലെല്ലാം വേവാൻ നിൽക്കുന്നത്. ഒരു മീനെടുത്ത് നോക്കിയാലോ. നല്ലോണം ഇതാ വെന്ത് വരുന്നുണ്ട്. വറ്റിയിട്ട് നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇത് നന്നായിട്ട് വറ്റിക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നോടയക്കുന്ന പോലെ നിങ്ങളല്ലേ കറി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വറ്റി വരണ്ട് വരുന്നുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങിച്ചു വെക്കാം. നമ്മുടെ മീൻകറിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അവിടെ വിഷുവിൻ്റെ ആഘോഷമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ചെറിയ ശബ്ദങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സൂചി എടുത്തോളെ, അതെന്നെ കാണില്ല. കുറച്ച് ചോറെടുക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഗൈസ് കറി. നല്ല ചുവപ്പ് കറി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് തന്നെ കുറച്ച് കറി എടുക്കുക. മീനും പടക്കം പൊട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ചെറിയ വറയലുണ്ട്. കുറച്ച് ചുവപ്പ് കറി, അതേപോലെ തന്നെ നമ്മൾ വറുത്ത മീനുണ്ട്. സെറ്റാക്കി ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കുറച്ച് മീനിൻ്റെ പീസ് ഇങ്ങനെ എടുക്കുക. ഓ ചൂടുണ്ട് ഗൈസ്. വയലിലെ മീൻ എന്ന് പറഞ്ഞാൽ പടക്കം പോലെ എല്ലപ്പോഴും ഞാൻ കത്തിക്കും. വയലിലെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റ് കടൽ മീനുകളെ പോലെയല്ല, ഒരു പ്രത്യേക രുചി തന്നെയാണ്. അത് കഴിച്ചു നോക്കിയവർക്ക് അറിയാം. എന്താ ഞാനിത് വലിയ രീതിക്ക് പുകത്തൊന്നും പറയില്ല. കഴിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുവാണെങ്കിൽ അടിപൊളിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലെ ട്രൈ ചെയ്യാനും മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.